പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവമിടയാക്കിയ വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഞാൻ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകലത്തെ ധ്യാനത്തിനായിട്ട് 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. കോരകപുത്രന്മാർ പറഞ്ഞ ഒരു വചനമാണ് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. കോരകപുത്രന്മാർ പറയുകയാണ്, ദൈവം അവർക്കാരാണ്, ദൈവം ഒരു സങ്കേതവും ബലവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കേതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭയം നേടാൻ പറ്റുന്ന സ്ഥലം. സ്തോത്രം. ശത്രുക്കൾ അതേ ഓടിച്ചു പോകുമ്പോൾ, പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ ഓടിയെത്തി അതേ രക്ഷപ്പെടുവാൻ ലഭിക്കുന്ന ഒരു സ്ഥലം. ദൈവം ആരാണ്? നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. പ്രതികൂലമായ സാഹചര്യത്തിൽ നാം താണു വീണു പോകാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ആശ്വാസത്തിനായി ഓടി ചെല്ലുവാനും ആശ്വാസം പ്രാപിക്കുവാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ പാദപീഠം. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വത്സല സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ സങ്കേതവും ബലവുമാണ്. അടുത്ത വാക്ക് പറയുന്നത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരാണ്? നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ, നമ്മുടെ വേദനയുടെ നാളുകളിൽ, നമ്മുടെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മറ്റുള്ളവരൊക്കെ മാറിപ്പോയി. നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ താൻ സ്നേഹിച്ച സ്വന്തം ഭാര്യ തന്നെ വിട്ടിട്ട് പോയി. താൻ സ്നേഹിച്ച തൻ്റെ സുഹൃത്തുക്കൾ തന്നെ വിട്ടിട്ട് പോയി. അവസാനം ഇയ്യോബ് തന്നെ ഒറ്റയ്ക്കായി. പക്ഷേ ഇയ്യോബ് ഒറ്റയ്ക്കായിരുന്നപ്പോഴും ഇയ്യോബിനൊരു വിഷമം തോന്നിയില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം ഇയ്യോബ് അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം ആരൊക്കെ നമ്മൾ കൈവിട്ടാലും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണെങ്കിൽ കഷ്ടതയുടെ നാളുകളിൽ അവൻ നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കുന്ന ദൈവം അത്രേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടതയുടെ നടുവിലും, വേദനയുടെ നടുവിലും, ഒറ്റപ്പെടലിന്റെ നടുവിലും, തകർച്ചയുടെയും തളർച്ചയുടെയും നടുവില് നിങ്ങളുടെ കരത്തെ പിടിച്ച് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആകയാൽ ഇന്നത്തെ നിങ്ങളുടെ യാത്രയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. നിങ്ങളിപ്പോൾ എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ വചനം കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവം എന്നോട് നിങ്ങളോട് പറയാൻ പറയുന്ന ഒരു വചനം, ദൈവം നിങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ അവൻ നിങ്ങളുടെ സങ്കേതമാണ്. നിങ്ങളുടെ ബലഹീനമായ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് ബലമാണ്. സ്തോത്രം. അറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ നിർത്തുന്നതിന്റെ കാരണം എന്താണ്? ഒരു വൃക്ഷത്തെ അതിന്റെ അടിവേര് ഏറ്റവും ആഴത്തിലേക്ക് കടന്നു ചെന്ന് ഉറപ്പുള്ളതായി നിൽക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ പാതയിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈതലിനെ കട്ടത കൊണ്ട് തകർത്ത് കളയുവാൻ കഴിയത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കുക. പിശാച് കൊണ്ടുവരുന്ന ഒരു കട്ടതയ്ക്ക് നമ്മെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. പിശാച് കൊണ്ടുവരുന്ന ഒരു വേദനയ്ക്ക് നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം കഷ്ടതയുടെ നാളുകളിൽ നമ്മുടെ തുണ, നമ്മുടെ സഖിയായി, നമുക്കെല്ലാമെല്ലാമായി ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഇന്നത്തെ നിങ്ങളുടെ യാത്രയിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് കഷ്ടം വരട്ടെ, രോഗം വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, നഷ്ടങ്ങൾ വരട്ടെ, നിരാശകൾ വരട്ടെ, എന്തായിക്കോട്ടെ, ഒറ്റപ്പെടലുകൾ സംഭവിച്ചോട്ടെ, അവിടെയൊക്കെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവിടെയൊക്കെ ദൈവം നിങ്ങളുടെ സംരക്ഷകനായി നിൽക്കും. ആകയാൽ ഇന്നത്തെ പകൽക്കാലം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് കഷ്ടതയിൽ നിങ്ങളെ വിടുവിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഈ വചനം നിങ്ങൾക്കൊരു ബലമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വചനം നിങ്ങൾക്ക് സന്തോഷകരമായി തീർന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.